ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഒത്തിരി വലുതൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയൊരു പടവലങ്ങയായിരുന്നു. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലി ഒന്ന് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലി ഭാഗം നമുക്കൊന്ന് കത്തി വെച്ചിട്ടൊന്ന് ചുരണ്ടി കളയണം കേട്ടോ. അപ്പോൾ ഒത്തിരി ഇങ്ങനെ ചെത്തി കളയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ചുരണ്ടി കളയേ വേണ്ടൂ. അങ്ങനെ എല്ലാ പീസുകളും ഞാൻ തൊലി ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് നടുകെ മുറിക്ക് അതിനുള്ളിലുള്ള കുരു ഒന്ന് മാറ്റിയെടുക്കാം. കുരു കളയാം കേട്ടോ. അപ്പോൾ ആ കുരുവിൻ്റെ ചുറ്റുമുള്ള ഇങ്ങനെ ആ ഒരു പഞ്ഞി പോലത്തെ ഭാഗവും നമുക്ക് കളയണം. അപ്പോൾ അത് ഇതുപോലെ വളരെ എളുപ്പമാണ് നമുക്കത് കളയാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ കുരും അതിൻ്റെ ചുറ്റുമുള്ള ആ പഞ്ഞി പോലത്തെ ആ ഭാഗമൊക്കെ നമുക്ക് കളഞ്ഞ് ജസ്റ്റ് ഒന്നുകൂടി ഒന്നിങ്ങനെ ചുരണ്ടി കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള അരിഞ്ഞതാണ്, പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ മൂപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പടവലങ്ങ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പടവലങ്ങ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ലേശം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ പടവലങ്ങയും ആ മസാലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും, പടവലങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ആ മസാല ആവുന്ന വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊന്ന് കൂട്ടി വെച്ച് നമുക്കൊരു മൂടി വെച്ച് അടച്ചിട്ട് ഒരു 4-5 മിനിറ്റോളം അതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ പടവലങ്ങയെന്ന് ഒത്തിരി വെള്ളം ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, അതുപോലെ ഒരു മീഡിയം കുക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ലേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പടവലങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ പടവലങ്ങ ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പടവലങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ പടവലങ്ങയായിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ആ നാളികേരം ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നാളികേരം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പടവലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നാളികേരം ചേർത്തതിന് ശേഷം പിന്നീട് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.